നന്ദിയാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അടുത്തത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P. രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പം ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണിതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിൻ്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സാർ ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും. പക്ഷേ എഴുതാനിരിക്കുന്ന ആ പിള്ളേരെന്ത് ചെയ്യുമായിരുന്നു സാർ? അവർക്ക് വൈകിട്ട് ഇത് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ സാർ? പിന്നെയുള്ളത് ബിന്ദുവിനാണ് നന്ദി പറയേണ്ടത്. സാർ ബിന്ദു എന്ന് പറയുന്ന മന്ത്രി വ്യക്തതയില്ലായ്മയുടെ കാര്യത്തിൽ സ്പീക്കറെ കളിയാക്കാൻ പാടില്ല. ഇല്ല, അങ്ങനെയാണല്ലോ. അങ്ങനല്ലേ പറഞ്ഞേ? അങ്ങക്ക് അത് മനസ്സിലാവത്തില്ല, അത് ചെറിയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സ്പീക്കറെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. പറയുന്നത് ശരിയാവുന്നില്ല, വ്യക്തമാവുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്. കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ക്ഷമയുടെ കേന്ദ്രമായിരിക്കണം സാർ. പിന്നെ സാർ ഈ തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി ബിന്ദുവാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലം ആടിയതല്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലും ഒന്നും നടന്നില്ല സാർ. പിന്നെ K. കൃഷ്ണൻകുട്ടി, അദ്ദേഹം പ്രായമുള്ള ആളാണ്, എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. അദ്ദേഹം മന്ത്രി സ്ഥാനം ഒഴിഞ്ഞങ്ങ് പോകുമ്പോൾ അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? ഈ കേരളത്തിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിരുന്നു പിണറായി വിജയൻ കാലത്തെ. ആ സത്യം വിളിച്ചു പറഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് സാർ. പിന്നെ ഉള്ളത് അബ്ദുൾ റഹ്മാനാണ്. അദ്ദേഹത്തോട് നന്ദി പറയണ്ടേ സാർ? സ്വന്തം മണ്ഡലത്തിൽ നിന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്നു. PT ഉഷ ഓടിയേക്കാളും വേഗത്തിൽ ഓടി തിരിയിൽ പോയി മത്സരിച്ചു. തിരിയിൽ മത്സരിച്ചപ്പോൾ നമ്മുടെ കുറുക്കോളി മെയ്തീനുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് മാറ്റെടുത്ത് ഒറ്റ അടിയാണ് അടിച്ചത്, 6 അടിച്ചത്. മലപ്പുറം ജില്ലയിൽ പോലും നിന്നില്ല സാർ. ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ. പിന്നെ അടുത്തത് കോഴിക്കോടുള്ള AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. കാരണം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം 5 വർഷം അദ്ദേഹത്തിന് എന്താണ് നടന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. നിയമസഭയിൽ വന്നുപോയി, സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു പോയി. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ലാതെ വരാൻ കാരണം കോഴിക്കോട് ജില്ലയിലെ ഒരു DFO കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിനൊരു മയക്കുവെടി വെച്ചു. 5 വർഷക്കാലം നിൽക്കുന്ന എഫക്റ്റായിരുന്നു. എന്തായാലും ആ മയക്കുവെടി വെച്ചതുകൊണ്ട് 5 വർഷക്കാലം നാട്ടുകാർക്കൊരു ശല്യവും മന്ത്രിയെ കൊണ്ടുണ്ടായില്ല. വന്യമൃഗങ്ങളുടെ ശല്യം നാട്ടുകാർക്കുണ്ടായെങ്കിലും എനിക്ക് ഷിബു ബേബി ജോൺ സാറിനോട് പറയാനുള്ളത് ആ DFOയെ കണ്ടുകൊടുത്ത് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുക്കണം, അദ്ദേഹത്തെ ആദരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സാർ OR കേളുവാണ് മറ്റൊരു മന്ത്രി. സാർ ഒരു മര്യാദക്കാരൻ പാവമായിരുന്നു, ചുര ഇറങ്ങി വന്നതാണ്. ഈ ബാലഗോപാൽ പട്ടികജാതിക്ക് പട്ടികവർഗക്കാരുടെ ഫണ്ട് അനുവദിച്ചതെല്ലാം ഇങ്ങനെ തിരിച്ചു പിടിച്ചു. ആരെങ്കിലും ചെയ്യുമോ സാർ? കേരളത്തിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നാലും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയതിനു ശേഷം തിരിച്ചു പിടിച്ച ബാലഗോപാലാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ സമയം കൊടുക്കരുത്. പട്ടികജാതിക്കാരുടെ കണ്ണീര് വീണ സർക്കാരാണ് സർക്കാർ. ഈ സർക്കാർ ഫണ്ട് കൊടുത്തില്ല, അനുവദിച്ചതിന് ശേഷം തിരിച്ചു പിടിച്ചു. സാർ സമയം തീർന്നു സാർ. പട്ടികജാതിക്കാരുടെ ഫണ്ട് തിരിച്ചു പിടിച്ച ആളാണ് ഇദ്ദേഹം. സാർ എനിക്ക് അവസാനം നന്ദി പറയേണ്ടത് എനിക്ക് സാർ മഹേഷിന്റെ 1.5 മിനിറ്റ് ഉണ്ട്. പിന്നെ അത് പക്ഷേ ഇവിടെ പെർമിറ്റ് ചെയ്തില്ല. അതിലും കൂടുതൽ 2 മിനിറ്റ് തന്നാൽ അങ്ങ് നല്ലവനാണെന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ സാർ അതൊരു കൈക്കൂലി പോലെയാവും, അത് വേണ്ട. പട്ടികജാതിക്കാരുടെ ഫണ്ട് വെട്ടിപ്പിടിച്ച ആളാണ് ഇദ്ദേഹം. ഒരു കാരണവശാലും കൊടുക്കരുത്. സമയായി സാർ. അടുത്ത പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ളതാണ്. പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. സമയായി. ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? നിങ്ങളെ കഴിഞ്ഞ ദിവസം
ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോരുമ്പോൾ ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ കണ്ടുപരിചയമുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, ഞാനൊരു ജോത്സ്യരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അദ്ദേഹം ഏത് പോസ്റ്റിലിരുന്നാലും 10 വർഷക്കാലത്തിലധികം ഇരിക്കും. അതായത് പാർട്ടി സെക്രട്ടറിയായി 17 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നു. ഇനി പ്രതിപക്ഷ നേതാവായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ബാലഗോപാൽ അത് കണ്ട് ആഗ്രഹിക്കുമ്പോൾ 10 വർഷക്കാലത്ത് അദ്ദേഹം ഇരിക്കും. സാർ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അങ്ങ് 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അങ്ങ് കരിമ്പൂച്ചകളുടെ നടുവിലായിരുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്ന കരിമ്പൂച്ചകളുടെ നടുവിലായിരുന്നു അങ്ങ് ഭൂമിയിൽ ഇറങ്ങുമ്പോഴാണ്, അല്ലാത്തപ്പോൾ അങ്ങ് കാർ കയറുമ്പോൾ കറുത്ത കാറിനിടയിലായിരുന്നു. അങ്ങ് പാർട്ടി പ്രവർത്തകരെ കാണാൻ തയ്യാറില്ല. അങ്ങ് സാധാരണ മനുഷ്യരോടും മൈക്കിനോട് പോലും യുദ്ധം ചെയ്ത ആളാണങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ 10 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങേക്ക് ദീർഘായുസ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങയെക്കുറിച്ച് നല്ലത് പറയാൻ അവസരം തരാത്തതിന് ഞാൻ വിഷമത്തോടുകൂടി ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു. നമുക്കത് വ്യക്തിപരമായി പറയാം.